ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലത്ത് രണ്ടാം അംഗൻവാടിക്ക് സമീപം പുലിയെ കണ്ടു എന്ന നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക വിധമുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ ഏകദേശം 10:15ഓടെയാണ് പുലിയോട് സാദൃശ്യം തോന്നിക്കുന്ന ജീവി ചന്തപ്പുരയിൽ നിന്നും വലമ്പിലിമംഗലം പോകുന്ന വഴിയിലൂടെ 10 മീറ്റർ അകലെയായി നടന്നു പോകുന്നതായി കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ഇക്കാര്യം വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാങ്കുഴിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പറും പൊതുപ്രവർത്തകൻ ശബരി പുനത്തിൽ എന്നിവരും ചേർന്ന് സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. ക്ഷീണിച്ച രൂപത്തിലുള്ള പുലിയെപ്പോലെയുള്ള ജീവിയെ തന്നെയാണ് കണ്ടതെന്നാണ് ദൃക്സാക്ഷിയായ നാട്ടുകാരൻ മണികണ്ഠൻ പറയുന്നത്. ഞാൻ ചന്തപ്പുരയിൽ നിന്ന് വലമ്പേന്തി വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ നേരെ മുന്നിൽ 10 മീറ്റർ അപ്പുറത്ത് എന്തോന്ന് ക്രോസ് പോലെ പെട്ടെന്ന് തോന്നി. നല്ല ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പൂച്ചെന്ന് വിചാരിച്ചാൽ ആദ്യം. പക്ഷെ ഒന്നുകൂടി ഹൈറ്റ് ഉണ്ട്, കളർ വ്യത്യാസമുണ്ട്, മഞ്ഞ കളറുണ്ട്, വാല് കുറച്ച് നീളധികം ഉണ്ട്, നടത്തം ഒന്ന് വിട്ടിട്ടാണ്. അപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി. ഞാൻ അർജൻറ്റായിട്ട് പോയത് കാരണം അത്ര ശ്രദ്ധിച്ചില്ല. ഗ്രൂപ്പുകൾ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ വർക്കേഴ്സ് അവിടെ ഉണ്ട്, ഇതിൻ്റെ തൊട്ടാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സംഭവിക്കുക വെച്ചാൽ വേഗം വിളിച്ച് ചോദിച്ചാൽ എന്താണെന്ന് അറിയണ്ടേ. ചോദിച്ചപ്പോൾ അതേ സ്ഥലത്താണ് പറഞ്ഞു. അപ്പോൾ അവരോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ വിളിച്ചത്. ഞാൻ ഒരു കല്യാണമായിട്ട് തിരക്കിലായിരുന്നു, അതാണ് അപ്പോൾ പെട്ടെന്ന് പറയായിരുന്നു. തിരുവാഴിയോട് ഫോറസ്റ്റ് സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രഭാത് കെ, വി വിനീത എന്നിവരടങ്ങുന്ന സംഘവും ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ASI സജീവ്, ASI പ്രമോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ASI മുഹമ്മദ് റഫീഖ്, CPO സുധീഷ് എന്നിവരുമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. എന്നാൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കത്തക്ക വിധമുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു. കണ്ടത് പുലിയാണെന്ന് ഉറപ്പില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വാർഡ് മെമ്പർ മണികണ്ഠൻ പാലാക്കുഴി പറഞ്ഞു. രാവിലെ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഏട്ടൻ്റെ കുട്ടി വന്നിട്ട് ഇങ്ങനെ പുലിയെ പോലെ എന്തോ ഒരു സാധനം നമ്മുടെ വീടിൻ്റെ പിന്നെ കൂടെ നടന്നു പോകാണ്ട് പറഞ്ഞത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ എടുത്തിയമ്മ ഉണ്ടായിരുന്നു. എടുത്തിയമ്മ ഈ സാധനം കണ്ടു. അപ്പോൾ ഞാൻ അവരോട് വിശദമായി ചോദിച്ചപ്പോൾ അവരെന്താ വെച്ചാൽ കുറച്ച് പൂച്ചയല്ല, എന്നാൽ നായയുടെ അത്ര ഏകദേശം വലിപ്പമുള്ള ഒരു ചുവന്നുകളുള്ള സാധനം, ഒരു നരച്ചിട്ടുള്ളൊരു സാധനം, ഒരു മഞ്ഞയും തവിട്ടൊക്കെ പടർന്ന പുള്ളിയൊക്കെ ഉള്ളൊരു സാധനമാണ് നടന്നു പോയത് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സൗണ്ട് കേട്ടപ്പോൾ ഇവർ ഈ സാധനം തിരിഞ്ഞു നോക്കിയിട്ട് ഇവർ മൊബൈലെടുക്കാൻ കുട്ടി ഓടിയപ്പോഴേക്ക് സാധനം അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് നേരത്തെ മണികണ്ഠൻ പറഞ്ഞ ആ സ്പോട്ടിലേക്കാണ് അത് പോയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ കണ്ടിട്ട് മണികണ്ഠൻ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത് എവിടുന്ന നീ കണ്ടു വെച്ചപ്പോൾ ഈ വന്ന വഴിക്ക് തന്നെയാണ് ആ റൂട്ട് കണ്ടിട്ടുള്ളത്. വെച്ചാൽ അവർ കണ്ടത് ഏകദേശം ഒരു 10 മണി 10:15 ഉള്ളിലാണ്. മണികണ്ഠൻ കണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10:30 to 11 ഉള്ളിലാണ് മണികണ്ഠൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടത് എന്താ വെച്ചാൽ ഈ അംഗനവാടിയുടെ തൊട്ട പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പിലിട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളൊന്ന് ഒരു പരിശോധന നടത്തി. ഇവിടുത്തെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാൽപ്പാടോ മറ്റോ കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ഈ വേനൽക്കാലമായത് കാരണം അങ്ങനെ ഒരു ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വലിയൊരു ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുലി കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വയറൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ശോഷിച്ചിട്ടുള്ള സാധനമാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടുകാരൊന്ന് ജാഗ്രതയായിരിക്കുക. ഫോറസ്റ്റുകാരോടും അത് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.